എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഒരു കൺസീലറിന്റെ വീഡിയോ ഇട്ടപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന കൺസീലർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു അതൊന്ന് യൂസ് ചെയ്ത് കാണിക്കാമോ പ്രോപ്പറായിട്ട് എങ്ങനെയാണ്. അപ്പം നിങ്ങളിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട് ഉണ്ട്, കുറച്ചൊരു അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ട്, ഇവിടെയും കുറച്ചൊക്കെ ഒന്ന് വേണമെങ്കിൽ കൺസീൽ ചെയ്യാം. അതുപോലെ കുറച്ചൊരു ഈവൻ ടോൺ ആണെങ്കിലും ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് ഡാർക്ക് സ്പോട്ട് ഉള്ളത് കൊണ്ട് ഒന്ന് അൺഈവൻ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഞാനത് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ എൻ്റെ കയ്യിലുള്ളത് മാർസിന്റെ കവർ റേഞ്ചേഴ്സ് കൺസീലർ പാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസീലർ പാലറ്റ് ആണ്. ഇതാണ് സാധനം, എല്ലാ ഷെയ്ഡ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഡാർക്ക് സ്പോട്ട് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പൊ എൻ്റെ ഡാർക്ക് സ്പോട്ട് എന്ന് വെച്ചാൽ എനിക്ക് പൊന്തിയിരിക്കുന്നില്ല, പുറത്തോട്ട് പോപ്പപ്പ് ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക ആക്നിയോ പിമ്പിളോ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു സ്കിൻ ടോണിലുള്ള ഒരു എന്തെടുക്കാൻ വേണ്ടി പറ്റും, ഒരു കളറ് ചൂസ് ചെയ്തിട്ട്. കാരണം ഇപ്പൊ ഞാൻ ഈ ഒരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ നോക്കുവാണ്, ഇത് എൻ്റെ കളറ് മാച്ച് ആവില്ല. അതുപോലെ ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് നോക്കുവാണ്, ഇതും അത്രയ്ക്ക് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. ഇനി ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ നോക്കുവാണ്, ഇത് വലിയ കുഴപ്പമില്ല. അപ്പൊ നമുക്കിത് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഡാർക്ക് സ്പോട്ട് ഉള്ളത് കണ്ടോ, ഡാർക്ക് സ്പോട്ട് മാറുന്നുണ്ടോ? ഇങ്ങനെ ഫുൾ ഡാർക്ക് സ്പോട്ടിനെ നമുക്ക് മായ്ക്കാം. പക്ഷെ ഇത് ആക്ച്വലി ഇതെന്റെ എക്സാക്ട് ഷെയ്ഡ് അല്ല. ഒരു ചെറിയ രീതിക്ക് എൻ്റെ മുഖം ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്ന് ഡിം ആയി പോയില്ലേ. അതായത് ഇത് കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ സ്കിൻ ടോൺ അല്ലാത്ത കൊണ്ട് ഇത് കണ്ടോ, ഇപ്പൊ ഈ കളറാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ആദ്യം കുറച്ച് വൈറ്റ് ആയിട്ടിരിക്കും, പിന്നെ അത് വന്നിട്ട് കുറച്ചും ഇരുണ്ട് പോകും ഫേസ് ഫുള്ള്. ഇതിപ്പം കാണുമ്പോൾ കുറച്ച് ഡിം ആണെങ്കിലും നമ്മുടെ ഫേസിനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഡിം ആക്കി കളയത്തില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് ഈ ഷെയ്ഡാണ്. സെയിം ഷെയ്ഡ് തന്നെ വെച്ചിട്ട് ഞാൻ ഇവിടെയും കൂടെ ചെയ്യുവാണ്. അതുപോലെ നമുക്ക് ഇപ്പൊ നമ്മൾ ഇട്ടിട്ട് വേറെ കളറായി പോയില്ലേ, അതിന്റെ മുകളിലും കൂടെ ചെയ്യുവാണേ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഫുൾ ഏരിയ നമ്മൾ ഏതാണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഷെയ്ഡ് കണ്ടോ, ഈ ഒരു ഏരിയന് നമ്മൾ ഇതേ ഷെയ്ഡ് തന്നെ വെച്ച് ചെയ്യാതെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഷെയ്ഡ് മാത്രം എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുവാണേ. കുറച്ച് ലൈറ്റൻ ഷെയ്ഡാണ്, ഇത് വെച്ച് നമ്മൾ കൊടുക്കുവാണ്. ദെൻ നമ്മൾ എടുക്കുന്നത്, അതായത് ആദ്യം ഇതെടുക്കാതെ മറ്റേ ഷെയ്ഡ് തന്നെ ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് പിന്നെ ഡാർക്കർ ടോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കണ്ടോ? ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. അതായത് ഇത് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർ ഒരു കളർ ഷെയ്ഡ് നമ്മൾ എടുത്തിട്ട് ഇടുവാണ്. ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആയാലോ ലൈറ്റ് ആയാലോ കുഴപ്പമില്ല. പക്ഷെ എക്സ്ട്രാ ഭയങ്കര നമ്മുടെ ഷെയ്ഡിനേക്കാൾ ഭയങ്കര അങ്ങേറ്റം ഇങ്ങേറ്റം നിൽക്കുന്ന ആവരുത്. ഏതാണ്ട് മാച്ച് ആയിരിക്കുന്ന കളർ യൂസ് ചെയ്ത് നമുക്ക് കൺസീൽ ചെയ്യാം. സെയിം നമുക്ക് നമ്മുടേതല്ല, എന്നാൽ നമ്മൾ ആദ്യം ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, ദെൻ നമ്മുടെ ഏതാണ്ട് മാച്ച് ചെയ്യുന്ന അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ മാച്ചപ്പ് ചെയ്തേ. ഇത് രണ്ട് ഷെയ്ഡും തമ്മിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്, ഏത് ചെയ്തതാണ് ഇഷ്ടപ്പെട്ടത്? ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ഇതായിരിക്കും ഞാൻ പേഴ്സണലി പറയുന്നത്. ഇനി ഇതല്ലാണ്ട് ഇതിനിങ്ങനെ തന്നെ വെച്ചേക്കാം. അതായത് കൺസീലർ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓൾറെഡി ഇതൊരു ക്രീമി കൺസീലർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പോയാലും ഒരു മിനിമം 1 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുള്ളൂ. ഇനി ഡാർക്ക് സ്പോട്ടിന്റെ കേസിലേക്ക് വരാം. എനിക്ക് ആക്ച്വലി കുറച്ച് ഡാർക്ക് സ്പോട്ടേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് നോക്കിക്കോ, ഇത് പുറത്തുനിന്ന് ലൈറ്റ് അടിക്കുന്നു, നാച്ചുറൽ ലൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുക. അപ്പൊ ജെൽ തുറന്നിട്ടേക്കുന്നതുകൊണ്ട് അങ്ങനെ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് നോക്കിക്കോ, കാണത്തില്ലേ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ ഡാർക്ക് സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഡാർക്ക് സ്പോട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുക്കുവാണ്, ദെൻ ഈ ഒരു ഷെയ്ഡുമായിട്ട് മിക്സ് ചെയ്യുവാണ്. മനസ്സിലായോ? ഈ ഒരു വൈറ്റ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് എടുക്കുന്നു, ഒരു ഡാർക്ക് ഷെയ്ഡുമായിട്ട് അവിടെ തന്നെ വെച്ച് മിക്സ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ കണ്ണിന്റെ ഇവിടുന്നേ ഇടില്ല, നമ്മുടെ ഈ ഒരു ജസ്റ്റ് ഒരു ബോൺ ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ മാത്രം കണ്ടോ ഇങ്ങനെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? അതായത് നമ്മൾ ഒട്ടും കയറ്റി ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കില്ല, ഈ ഒരു ബോൺ ഏരിയ മാത്രം നോക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ തന്നെ കുറച്ചു നേരം വെച്ചേക്കുക. എന്നിട്ട് ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും, ഒട്ടും കേക്കി എഫക്റ്റും ഉണ്ടാവില്ല.
ഞാൻ ഇത് കാണിച്ചു തരാം. ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കി, ഇതൊരു നോർമൽ ഡാർക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ പോസിബിൾ ആവത്തുള്ളൂ. ഇനി നിങ്ങളുടെ കണ്ണ് ഭയങ്കര കറുത്തിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് കുറച്ച് ബ്ലാക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് കണ്ണിനെ നല്ല രീതിയിൽ കറുപ്പിക്കാം. ഇങ്ങനെ നമ്മൾ ഇത്രയും ഡാർക്ക് ആയിട്ടാണ് നമ്മുടെ കണ്ണിന്റെ അടിവശം ഇരിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഇതിനെ ഒരു റെഡ് കളർ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഡാബ് ചെയ്ത് റെഡ് കളർ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് കളർ കറക്റ്റ് ചെയ്യണം. മനസ്സിലായോ? കാണിക്കുന്ന ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കണം, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പൊ നമ്മൾ ആദ്യം ഒരു റെഡ് കളർ വെച്ചിട്ട് ചെയ്ത് കുറച്ചു നേരം കുറച്ചു നേരം ഒന്ന് ഇരുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഷെയ്ഡ് തന്നെ വെച്ചിട്ട് ഈ ഒരു ഷെയ്ഡ് നമ്മൾ ഏതാണോ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ ഡാർക്ക് സ്പോട്ട് ഒന്നും ഇല്ലെങ്കിൽ ഈ ഷെയ്ഡുമായിട്ട് മാച്ച് ആവുന്നത് ഏതാണോ, നമ്മൾ ഈവൻ ആണല്ലോ ആക്കണ്ടേ, ആ ഷെയ്ഡ് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ എഗെയിൻ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഡയറക്റ്റ് ഇതേ ഷെയ്ഡ് വെച്ച് കൊടുത്താൽ അവിടെ ആ ഒരു ഡാർക്ക്നെസ് നല്ലോണം അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. നമ്മൾക്ക് ഇതിനെ ഈ ഒരു വിരലെടുത്തിട്ട് നമ്മളിതേ ഇത്രയും സമയം കഴിഞ്ഞു, നമ്മളിത് ഇങ്ങനെ മാത്രം, അതായത് ഇങ്ങനെ ഇട്ട് ഉരയ്ക്കുകയല്ല, ഇങ്ങനെ ഉരയ്ക്കരുത്, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഡാബ് ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ടോ, നമുക്ക് ഒട്ടും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടും. നമ്മൾ കണ്ണിന്റെ അതായത് ഈ ഒരു വാട്ടർ ലൈനിന്റെ തൊട്ട് താഴെ തൊട്ട് നമ്മൾ കൺസീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് ഒന്നെങ്കിൽ ജപ്പാൻ കണ്ണല്ല ചൈന കണ്ണുമാലിരിക്കും. ഇതിപ്പോ കണ്ണിനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു കൺസീലർ എഫക്റ്റ് കൊണ്ട് നമ്മുടെ ഫേസ് ഷേപ്പിന് യാതൊരുവിധ ചേഞ്ചസും വന്നിട്ടില്ല. കണ്ണിന്റെ ഷേപ്പ് അങ്ങനെ തന്നെ ഉണ്ട്. കണ്ണെഴുതുവോ എഴുതാതിരിക്കുക അതൊക്കെ നമുക്ക് ചെയ്യാം. മനസ്സിലായോ? അല്ലാണ്ട് മൊത്തത്തിൽ നശിപ്പിച്ച് കളയരുത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഏരിയ എന്റെ ഏതാണ്ട് ഒരു കളർ മാച്ചാണ്, നെറ്റിയും കളർ ഏതാണ്ട് മാച്ചാണ്. അപ്പൊ അവിടെയൊന്നും കൺസീലർ തൊടുകയേ വേണ്ട. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഏരിയ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയും സംഭവം ക്ലിയർ ആയി. ഇത് ലൈറ്റ് ചെയ്തിട്ട് ഡാർക്ക് ചെയ്താണ്. അതുപോലെ ഇത് നമ്മൾ ആ ഒരു ഷെയ്ഡ് മാത്രം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സാധാരണ ആൾക്കാർ എല്ലാ ദിവസവും ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യത്തില്ല. എന്തെങ്കിലും ചെറിയ ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതിനെ ആ ഒരു രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്യലുള്ളൂ. അപ്പൊ അതിന് വേണ്ടി നമുക്കൊരു പൗഡർ, ഏതെങ്കിലും ഒരു പൗഡർ എടുക്കുക. ഇങ്ങനത്തെ സ്പോഞ്ചോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഒന്നും ചെയ്യണ്ട, ഇതിനിട്ട് ഉരക്കൊന്നും ചെയ്യരുത്. അത് അവിടെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. കിട്ടിയോ? അപ്പൊ ആ പൗഡർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫേസിന്റെ കളർ ഒരു വ്യത്യാസം വന്നത് കൊണ്ട് മാത്രം നമ്മൾ ഇവിടെയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഈ ഒരു ഏരിയ ഫുള്ള് ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി. ദെൻ നമുക്ക് നമ്മുടെ ഈ ഒരു സെക്ഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാം. നമ്മൾ ഇനി നമ്മുടെ തന്നെ സ്കിൻ ഷെയ്ഡ് ഏതാണോ അതെടുത്തു. എന്നിട്ട് ആദ്യം നമ്മൾ എങ്ങനെയാണോ കണ്ണിൻ്റെ ആ ഒരു ഏരിയ നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല, അതുപോലെ തന്നെ നമ്മൾ ഡാബ് ചെയ്ത് ഈ ഒരു റെഡിനെ നമ്മുടെ ഷെയ്ഡിലേക്ക് കൊണ്ടുവരിക. നമ്മൾ റെഡ് ഇട്ട ഉടനെ തന്നെ നമ്മൾ നമ്മുടെ സ്കിൻ കളർ ഇടാൻ പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ആ റെഡ് നമ്മൾ ഇതിങ്ങനെ ഡാബ് ചെയ്യും തോറും ആ റെഡ് ഇങ്ങനെ മേളിൽ കയറി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എന്നാ കാണിച്ചാലും ആ റെഡ് ആയിരിക്കും പോകപ്പേര് നിൽക്കുന്നത്. സോ അങ്ങനത്തെ മണ്ടത്തരം ഒരിക്കലും കാണിക്കരുത്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ ഷെയ്ഡിന്റെ ഒരു ഒറ്റ പോയിന്റ് ഡാർക്ക് ആയിരുന്നു എടുത്തത്, ഇത് ലൈറ്റ് ആയിരുന്നു എടുത്തത്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇത് രണ്ടുമാണ് ഞാൻ കാണിച്ചു തന്നത്. എക്സാക്ട് നമ്മുടെ ഷെയ്ഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. ഒരു ഷെയ്ഡ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇപ്പൊ ആ കളറങ്ങ് മാറി.
പക്ഷെ ഇതിന്റെ ആ ഒരു ഡാർക്കിന്റെ ഷെയ്ഡ് അറിയാൻ പറ്റുന്നുണ്ട്. പൗഡർ ഇട്ട് സെറ്റ് ആയതുകൊണ്ട് ഇത് ആ ഒരു ലെവലിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏരിയയിൽ വളരെ ലൈറ്റ് ഒരു ഷെയ്ഡ്, ഇങ്ങനത്തെ ഇതിലൊരു ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നൈസായിട്ട് ലൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ണിന്റെ അവിടെ ഇതൊരു നാച്ചുറൽ ഫിനിഷിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിനെയും എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്യേണ്ട, സെറ്റ് ചെയ്യാം. പൗഡർ എടുക്കാം, ഒന്നുമില്ല, സിമ്പിൾ 2 തട്ട്. നോക്കിക്കേ, വലിയ ചേഞ്ച് ഇല്ല, പക്ഷെ ഈ ഒരു ഏരിയ നല്ല പ്ലെയിൻ ആയിട്ടും ഇവിടെ ഒരു കുറച്ച് പോപ്പും വന്നു. ബിക്കോസ് നമ്മൾ രണ്ടാമത് ഒരു വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഇവിടെ ഒന്ന് ഒരിക്കൽ കൂടെ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയ കവൾ എഫക്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നത് ഇത് അറിയില്ലാത്ത ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ കമന്റിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം.